ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് അഥവാ വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന വളരെ കുറച്ച് ചോദ്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകുകയാണ്. അതിന് മുമ്പൊന്ന് മനസ്സിലാക്കി വെക്കുക, എന്തൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത് എന്നൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ബോയിൽ നിയമം പഠിച്ചിട്ടുണ്ട്, ചാൾസ് നിയമം പഠിച്ചിട്ടുണ്ട്, അവഗാഡ്രോ നിയമം പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട ഗ്രാഫ്, അത് പിന്നെ പ്രോബ്ലം ചെയ്യാനുള്ള ഇക്വേഷൻസ്, സന്ദർഭങ്ങൾ, സിറ്റുവേഷൻസ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ദെൻ രണ്ടാമത് മോൾ കൺസെപ്റ്റ്. ഓക്കെ, മോൾ സങ്കല്പനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, മോള് കാണാൻ, തന്മാത്രകളുടെ എണ്ണം കാണാൻ, മാസ് കാണാൻ, വ്യാപ്തം കാണാനുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇക്വേഷനിൽ, സമവാക്യങ്ങളിൽ മോൾ സങ്കല്പനം ആഡ് ചെയ്തിട്ടുള്ള അവസാന ഭാഗം. പിന്നെ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പറയുന്ന ഒരു കൈനറ്റിക് മോളിക്കുലാർ തിയറി, ഗതിക തന്മാത്ര സിദ്ധാന്തം. ഇത്രയും ഭാഗങ്ങളൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നമ്മൾ നേരിട്ട് ചോദ്യത്തിലേക്ക് പോവുകയാണ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കുക. ഒരു വാതകത്തിന് എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും താഴ്ന്ന താപനില -273.15 ഡിഗ്രി സെൽഷ്യസ് ആണെന്നാണ്. അത് കൃത്യമായിട്ട് ചാൾസ് നിയമം എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫ് പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ -273.15 എത്തുന്ന, അപ്പോൾ ഒരു വാതകത്തിന് എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ താപനില എന്ന് പറയുന്നത് -273 തന്നെയാണ്. സോ അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതുപയോഗിച്ചിട്ടാണ് ശരിക്ക് ലോർഡ് കെൽവിൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് കെൽവിൻ അഥവാ താപനില അളക്കാനുള്ള ഒരു കെൽവിൻ സ്കെയിൽ എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റും എന്ത് തന്നെയാണ്, കറക്റ്റാണ്. സോ നമുക്ക് ആൻസറിലേക്ക് വരാം. ക്വസ്റ്റ്യൻ ആൻസർ 1ഉം 2ഉം ശരിയാണെന്നുള്ള എ ഓപ്ഷനാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സോ ഒബ്സർവ് ദ ഗ്രാഫ് ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ വിച്ച് കണ്ടെയ്ൻ P1 P2 പ്രഷർ. സോ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് നോക്കുക. ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ, ഇവിടെ നമുക്ക് വോളിയം ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചാൾസ് ലോ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലേ ഡിഫറൻറ്റ് പ്രഷറിൽ, ഇത് P1-ലുള്ളതാണ്, ഇത് P2-ലുള്ള ഒരു രണ്ട് ഗ്രാഫാണ് തന്നിട്ടുള്ളത്. പക്ഷേ ഈ P1 P2 ഈ കറക്റ്റ് എത്തിച്ചേരുന്നത് ഒരൊറ്റ പോയിന്റിലേക്കാണ്. അപ്പോൾ ചോദ്യം തന്നെ അതാണ്, ഈ എക്സിൻ്റെ ഈ വില എത്രയായിരിക്കും എന്ന് പറഞ്ഞാൽ ഇതിന് എത്തിച്ചേരാൻ പറ്റുന്ന താഴ്ന്ന താപനില എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അതുതന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള താപനില എന്ന് പറയുന്നത് -273 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 23.15 ഡിഗ്രി സെൽഷ്യസ്. ഇത് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കിത് എഴുതാം 0 കെൽവിനാണ്. സോ ഇത് ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഇതിനെ പറയുന്ന പേരാണ് അബ്സല്യൂട്ട് സീറോ. ഈ താപനിലയെ പറയുന്ന പേരാണെന്ത്, അബ്സല്യൂട്ട് സീറോ അല്ലെങ്കിൽ കേവല പൂജ്യം എന്ന് പറയും. എന്താണ് പറയുക, കേവല പൂജ്യം. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, എത്രയാണ് കേവല പൂജ്യം എന്ന് ചോദിച്ചാൽ പറയണം അബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞാൽ 0 കെൽവിൻ അല്ലെങ്കിൽ -273 ഡിഗ്രി സെൽഷ്യസ്. ഇതിനാണ് അബ്സല്യൂട്ട് സീറോ അല്ലെങ്കിൽ കേവല പൂജ്യം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകുക. ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ തന്നിട്ട് അതിൽ നിന്നുള്ള വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കി, മർദ്ദം 4 atm ആയിരിക്കുമ്പോൾ വ്യാപ്തം എത്രയായിരിക്കും? ഓക്കെ, ഇവിടെ മർദ്ദം തന്നിട്ടുണ്ട്, ഇതാണ് P, ഇതാണ് V. ഓക്കെ, അപ്പോൾ മർദ്ദം 4 atm എന്ന് പറയുമ്പോൾ ഇതാണ് മർദ്ദം. സോ 4 atm ആകുമ്പോൾ അവിടുത്തെ വ്യാപ്തം എന്ന് പറയുന്നത് ഇവിടെ ഈസി ആയിട്ട് കിട്ടും. എത്രയാണ്? 20 അവിടുത്തെ വ്യാപ്തം വരിക. ഓക്കെ, 20 ലിറ്റർ. ഓക്കെ, ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഈ ഗ്രാഫ് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതും ഈസി ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇവിടെ പ്രഷർ ഉണ്ട്, വോളിയം ഉണ്ട്. പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻ പറയുന്ന ലോ ഏത് ലോ ആണ്? ബോയിൽസ് ലോ. ഓക്കെ, ദെൻ പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻ ബോയിൽസ് ലോ. വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനാണ് ഏത് ലോയിൽ പറയുന്നത്? ചാൾസ് ലോയിൽ പറയുന്നത്. വോളിയം തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള റിലേഷനാണ് ഏതിൽ പറയുന്നത്? അവഗാഡ്രോ ലോയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് ഓർത്തെടുക്കുക. റെഡി. അടുത്തൊരു ചോദ്യം നോക്കുകയാണെങ്കിൽ മോൾ കൺസെപ്റ്റ് എന്നുള്ളൊരു ചോദ്യമാണ്. 128 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് തന്നിട്ടുണ്ട്, ഓക്സിജൻ തന്നിട്ടുണ്ട്. ദെൻ 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് തന്നിട്ടുണ്ട്. 4 × 6.022 × 10⁻23 ഒരു ഏത് സാമ്പിളും തന്നിട്ടില്ല. ഏത് സാമ്പിളായാലും അതിൻ്റെ എണ്ണം ജസ്റ്റ് തന്നിട്ടുണ്ട്. സോ സെയിം സാമ്പിൾ കണ്ടെയ്ൻ സെയിം വോളിയം. തുല്യ വ്യാപ്തമുള്ള സാമ്പിളുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് ഇങ്ങനത്തെ ചോദ്യം തന്നെ നമ്മൾ ആദ്യം ഇത് എത്ര മോൾ ഉണ്ട് എന്നൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. നോക്കാം, ഇത് 128 തന്നിരിക്കുന്ന മാസ്. ഓക്സിജൻ്റെ മോളിക്കുലാർ മാസ് 32. സോ 128/32 ഇത് 4 മോള്. ഓക്കെ, ഇനി ഈ രണ്ടാമത്തത് തന്നിരിക്കുന്ന മാസ് 88. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് 44. സോ 88/44 ഇത് എത്ര മോളാണ്? 2 മോള്. ഇവിടെ നമ്മൾ മോള് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഈ അവഗാഡ്രോ നമ്പറിന് മുന്നിൽ കൊടുത്തിട്ടുണ്ട് എത്ര മോളാണ്? 4 മോള്. അപ്പോൾ നോക്കി, എ
എന്ന് പറയുന്ന സാമ്പിൾ 4 മോളാണ്. ബി എന്ന് പറയുന്ന സാമ്പിൾ ഇതും എന്താണ് 4 മോള, രണ്ടും 4 മോള. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യാപ്തം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഏതൊക്കെ നമുക്ക് ആൻസർ ചെയ്താൽ എയും സിയും കേട്ടോ. 128 ഗ്രാം ഓക്സിജൻ്റെയും 4 × 6.022 × 10⁻23 ഏതൊരു സാമ്പിൾ എടുത്താലും അതിൻ്റെ വോളിയം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ എയും സിയും എന്ന് പറയുന്ന സാമ്പിളാണ്. ഇനി തുല്യ വ്യാപ്തമല്ലാത്ത വാതക സാമ്പിളിനെ തുല്യമാക്കാൻ ഇപ്പോൾ ഇതിപ്പോൾ 2 മോളെ ആയിട്ടുള്ളൂ കേട്ടോ, 2 മോളെ ആയിട്ടുള്ളൂ. അതിനെ 4 മോളാക്കണം, അപ്പോൾ അതിൻ്റെ വ്യാപ്തം സെയിം ആകുള്ളൂ. സോ എത്ര ഗ്രാം കൂടുതൽ ചേർക്കേണ്ടി വരും? ഇപ്പം നിലവിൽ ഇവിടെ 88 ഗ്രാം ആണുള്ളത്. 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്, അത് 2 മോളെ ആയിട്ടുള്ളൂ. ഓക്കെ, 2 മോളെ ആയിട്ടുള്ളൂ. നമുക്ക് വേണ്ടത് 4 മോളാണ്, കാരണം ഇതിന് തുല്യമാകണമല്ലോ. അപ്പോൾ ഒരു 88 കൂടി എടുത്താൽ മതി. അപ്പോൾ 80, 160, 176 ഗ്രാം എടുക്കണം. അപ്പോൾ 4 മോളാവും. അപ്പോൾ അഡീഷണലി ആഡ് ചെയ്യേണ്ടത് എത്രയെന്ന് ചോദ്യത്തിൻ്റെ ആൻസർ എത്ര തന്നെയാണ്? 88 ഗ്രാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസറും കിട്ടി. ഇനി കാർബൺ ഡൈ ഓക്സൈഡിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം എത്ര? നോക്കി, ഇതാ 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 88 / 44 എത്ര മോളാ? 2 മോള്. ഓക്കെ, അപ്പോൾ തന്മാത്രകളുടെ എണ്ണം നമുക്കറിയാം 2 × 6.022 × 10⁻23 ഇത്രയും തന്മാത്രകളുണ്ടാവുക, മോളിക്യൂൾസ്. പക്ഷേ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എന്തിൻ്റെ എണ്ണ? ആറ്റത്തിൻ്റെ എണ്ണ. അപ്പോൾ നോക്കുക, കാർബൺ ഡൈ ഓക്സൈഡിൽ നോക്കി, കാർബൺ ഡൈ ഓക്സൈഡിൽ ആകെ എത്ര ആറ്റം? 1 കാർബണും 2 ഓക്സിജനും. അപ്പോൾ ടോട്ടൽ 3 ആറ്റം ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് കിട്ടിയ ഈ തന്മാത്രകളുടെ എണ്ണത്തിന് × 3 ചെയ്യാം. ആറ്റത്തിൻ്റെ എണ്ണം കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ 3 × 2 ദാറ്റ് മീൻസ് 6 × 6.022 × 10⁻23 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ആറ്റത്തിൻ്റെ എണ്ണം കാണാൻ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്മാത്രകളുടെ എണ്ണം, മോളിക്യൂൾസിൻ്റെ എണ്ണം കാണുക, എന്നിട്ട് അതിനെ ആറ്റം ആകെ അതിൽ എത്ര ആറ്റം ഉണ്ടോ അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ, റെഡി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 2 സിറ്റുവേഷൻ തന്നിട്ട് നോക്കി, ലിക്വിഡ് അമോണിയ നമ്മൾ തുറക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? അല്പസമയം തണുത്ത ജലത്തിൽ എന്ത് ചെയ്യണം? വെച്ച ശേഷമാണ് ഇത് തുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ലിക്വിഡ് അമോണിയ, ദ്രാവക അമോണിയൻ്റെ കുപ്പി തുറക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് നേരം എന്ത് ചെയ്യണം? തണുത്ത വെള്ളത്തിൽ വെക്കണം. ഓക്കെ, രണ്ടാമത്തത്, ഒരേ താപനിലയിലും മർദ്ദത്തിലും 2 സിലിണ്ടറുകളിലായി നിറച്ച O2N2 വാതകങ്ങളുടെ തന്മാത്രയുടെ എണ്ണം എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ, മർദ്ദവും താപനിലയും ഒരു മാറ്റമില്ല. O2N2 രണ്ടും നമ്മൾ 2 സിലിണ്ടറിൽ നിറച്ചു. അതിൻ്റെ തന്മാത്രകളുടെ എണ്ണം എന്താണ്? തുല്യമാണ്. 2 സന്ദർഭങ്ങളിലും പ്രയോഗിച്ച വാതക നിയമം ഏത്? ഒന്നാമത്തെ നമുക്ക് ഈസി ആയിട്ട് പറയാൻ ശ്രദ്ധിച്ചോളി. ഒന്നാമത്തത് ദ്രാവക അമോണിയയുമായി ബന്ധപ്പെട്ട ഇത് ഏത് വാതക നിയമമാണ്? ചാൾസ് ലോ. ഓക്കെ, ചാൾസ് ലോ. കാരണം അവിടെ ദ്രാവക അമോണിയ നമ്മൾ തണുത്ത വെള്ളത്തിൽ മുക്കി വെക്കുമ്പോൾ അവിടെ താപനില കുറയും. താപനില കുറയുമ്പോൾ അതിൻ്റെ വ്യാപ്തം പതുക്കെ അങ്ങനെ കുറക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇനി രണ്ടാമത്തത് തന്മാത്രകളുടെ എണ്ണം തുല്യമാവാണ്. താപനിലയും മർദ്ദവും സ്ഥിരമാണ്. സോ അത് ഏത് നിയമത്തിലേക്ക് കൊണ്ടുവരാം? നമുക്ക് അവഗാഡ്രോ നിയമമാണെന്ന് പറയാം. ഏതിലാണ്? അവഗാഡ്രോയിലോ കേട്ടോ, അവഗാഡ്രോ നിയമം. ഓക്കെ, ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം 1 atm മർദ്ദത്തിലും 27°C താപനിലയിലും 3000 ml ആണ്. എന്താണ്? 3000 ml ആണ്. ഓക്കെ, ദെൻ പിന്നെ പറയുന്നുണ്ട് നോക്കി. ഓക്കെ, ബാക്കി ഒന്നുകൂടി വായിച്ച് നോക്കട്ടെ. ബാക്കി കൂടി വായിച്ചു നോക്കുക. 273 കെൽവിൻ താപനിലയിലും 0.5 atm മർദ്ദത്തിലും വാതകത്തിൻ്റെ വ്യാപ്തം എത്രയായിരിക്കും എന്നുള്ള കാണണം. അപ്പോൾ ഓരോന്നിങ്ങനെ നോക്കി. വ്യാപ്തം 1 atm. അപ്പോൾ ഇതിന് ഞാൻ P1 എന്ന് കൊടുത്തു. ഓക്കെ, പ്രഷർ, ആദ്യത്തെ പ്രഷർ. ഇതിന് ഞാൻ T1 എന്ന് കൊടുത്തു, അപ്പോൾ ഉള്ള ടെമ്പറേച്ചർ. ഇതിന് ഞാൻ V1 എന്ന് കൊടുത്തു, അപ്പോഴത്തെ വോളിയം. ഓക്കെ, ഇനി രണ്ടാമത്തെ ടെമ്പറേച്ചറിന് ഞാൻ T2 എന്നും രണ്ടാമത്തെ പ്രഷറിന് ഞാൻ P2 എന്നും കൊടുത്തു. ഇനി വാതകത്തിൻ്റെ വ്യാപ്തം കാണണം V2. അപ്പോൾ ഇത് P1 ഉണ്ട്, T1 ഉണ്ട്, T2 ഉണ്ട്. ഇത് കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ P1 V1 ഡിവൈഡഡ് ബൈ T1 P2 V2 ഡിവൈഡഡ് ബൈ T2. ഓക്കെ, ഇതാണ് കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ. അപ്പോൾ ഇതിനെ ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് ക്രോസ് ചെയ്തിട്ട് നോക്കി. P1 V1 T2 ഇതിങ്ങനെ ക്രോസ് ചെയ്തിടാം, ഇങ്ങനെ ക്രോസ് ചെയ്തിടാം. ഈക്വൽ ടു P2 V2 T1. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് ഈ V2 ആണ്. ആരാണ് കാണേണ്ടത്? ഈ V2നെ. അപ്പോൾ ബാക്കിയുള്ള ആളുകൾ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ P1
V1 T2 ഡിവൈഡഡ് ബൈ P2 T1 ദാറ്റ് ഈസ് ഈക്വൽ ടു അതാണ് എന്ത് V2 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വാല്യൂസ് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ നോക്കി. P1 ഇവിടെ ഉണ്ട് 1 ATM, അപ്പോൾ 1 ഇൻറ്റു V1 30,000 ml, അപ്പോൾ 30,000 ഇൻറ്റു T2 ഇവിടെ ഉണ്ട് 273 കെൽവിൻ ഡിവൈഡഡ് ബൈ P2 0.5 കേട്ടോ, P2 0.5 ഇൻറ്റു 0.5 ഇൻറ്റു ദെൻ പിന്നെ T1 നല്ലോണം ശ്രദ്ധിക്കണം. ഇത് 27 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് തന്നിട്ടുള്ളത്. അത് കെൽവിനിലേക്ക് മാറ്റണം. അപ്പോൾ 27ലേക്ക് 273 ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കെൽവിൻ എന്ന് കിട്ടും? 300 കെൽവിൻ എന്ന് കിട്ടും. ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, മാറരുത് കേട്ടോ. ചാൾസ് ലോയിലെ പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും കെൽവിനിലായിരിക്കണം ടെമ്പറേച്ചർ. അപ്പോൾ 300 കെൽവിൻ എന്ന് കിട്ടും. അപ്പോൾ 0.5 ഇൻറ്റു 300 കെൽവിൻ എന്ന് കിട്ടും. റെഡി. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 54600 എന്ന് പറയുന്ന ഒരു വോളിയം ആണ് കിട്ടുക, ലിറ്ററായിട്ട് കിട്ടുന്നുണ്ടാവട്ടോ. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ 54600 എന്ന് പറയുന്ന ഒരു ആൻസറാണ് നമുക്ക് ഫൈനൽ ആൻസറായിട്ട് എന്ത് ചെയ്യുക കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതൊന്ന് പ്രോബ്ലം ചെയ്ത് നോക്കാം. പക്ഷേ എങ്ങനെ അത് ചെയ്തതെന്ന് നോക്കണം. ഇത് നമ്മൾ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇക്വേഷൻ P1 V1 ഡിവൈഡഡ് ബൈ T1 ഈക്വൽ ടു P2 V2 ഡിവൈഡഡ് ബൈ T2. ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ V2 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ കണ്ടുപിടിച്ചു. ക്വസ്റ്റ്യനിൽ ബാക്കിയുള്ള തന്ന ആളുകളെ മുഴുവൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിങ്ങനെ വെട്ടിയാൽ മതി. ഇതാ 2 0 കട്ട് ചെയ്യുക. ദെൻ 300/3 നമുക്ക് എന്ത് ചെയ്യാം? 100 എന്ന് എഴുതാം. അപ്പോൾ 100 ഇൻറ്റു 273 ഇത് ഇത്രയും ആൻസർ വരും. ദെൻ 27,300 നേരെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 0.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻറ്റു 2 ചെയ്താൽ മതി. അപ്പോൾ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് ഫൈനൽ ആൻസർ. ഓക്കെ, റെഡി. അപ്പോൾ ഈ ചോദ്യം ഓക്കെ. ഇനി അടുത്ത ചോദ്യം നോക്കുക. ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. നോക്കട്ടോ, നോക്കാം. ആദ്യം നമുക്കൊരു സബ്സ്റ്റൻസ് തന്നിട്ടുണ്ട്. എന്താണ് സബ്സ്റ്റൻസ്? H2O. ഓക്കെ, വാട്ടർ തന്നിട്ടുണ്ട്. വാട്ടറിൻ്റെ മോളാർ മാസ് അവിടെ തന്നിട്ടുണ്ട് 18 ഗ്രാം. അപ്പോൾ വാട്ടറിൻ്റെ നമ്പർ ഓഫ് മോൾ 10 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 10 മോൾ വാട്ടറാണ്. ഇപ്പോൾ 18 ഗ്രാമാണ് എടുത്താൽ 1 മോളാവും. പക്ഷെ ഇവിടെ 10 മോളായിക്കാണ്. അപ്പോൾ അവിടെ ഗിവൺ മാസ് എന്തായിരിക്കും? 10 ഇൻറ്റു ഇത് 2 ഇൻറ്റു ചെയ്താൽ മതി കേട്ടോ. 10 ഇൻറ്റു 18 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 180 എന്ന് കിട്ടും. എന്ത് കിട്ടും? 180. ഗിവൺ മാസ് 180 എന്ന് കിട്ടി. അപ്പോൾ മോളിക്യൂളുകളുടെ എണ്ണം നമുക്കറിയാം. മോളിക്യൂളുകളുടെ എണ്ണം 10 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ആയിരിക്കും മോളിക്യൂളുകളുടെ എണ്ണം. പക്ഷേ ഇവിടെ ചോദിച്ചത് ആറ്റത്തിൻ്റെ എണ്ണമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? H2Oയിൽ 2 Hഉം 1 Oയും ആണ്. അപ്പോൾ ഇൻറ്റു 3 ചെയ്താൽ മതി കേട്ടോ. 3 ആറ്റങ്ങൾ. അപ്പോൾ 30 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 എന്ന് പറയുന്ന എണ്ണമാണ് കിട്ടുക. ഇനി NaCl നോക്കി. NaClൻ്റെ മോളാർ മാസ് 58.5 ആണ്. ഓക്കെ, ആറ്റത്തിൻ്റെ എണ്ണം 20 ഇൻറ്റു അവഗാഡ്രോ നമ്പർ എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ആകെയുള്ളത് 2 ആറ്റമാണ്. അപ്പോൾ നമ്മൾ അതിനെ 2 സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇത് എത്ര മോളായിരിക്കും? 10 മോള്. ഓക്കെ, കാരണം ഈ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇവിടെ ഇപ്പോൾ ഇതിനെ 20 നമ്മൾ ഇങ്ങനെ ചെയ്താൽ 2 ഇൻറ്റു 10 ഇൻറ്റു അവഗാഡ്രോ നമ്പർ, അതാണ് 20. ഓക്കെ, ഈ 10 മോള് ഈ 2 എന്താണ്? NaClൽ 1 Naയും 1 Clലും ആണ്. അപ്പോൾ ഇത് ആറ്റത്തിൻ്റെ എണ്ണമാണ്. അപ്പോൾ മോളിക്യൂളിൻ്റെ എണ്ണം അഥവാ നമ്പർ ഓഫ് മോള് 10 എന്ന് കിട്ടി. ഗിവൺ മാസ് 58.5 ആണെങ്കിൽ ഇവിടെ മോളാർ മാസ് 58.5 ആണെങ്കിൽ നമ്പർ ഓഫ് മോൾ 10 ആണെങ്കിൽ ഇത് 2 ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ ഗിവൺ മാസ് എത്ര കിട്ടും? 585 എന്ന് കിട്ടും. 10 ഇൻറ്റു 58.5 കേട്ടോ. ഓക്കെ, ഇവിടെ ഗിവൺ മാസ് 92 എന്ന് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് മോൾസ് 2 എന്ന് തന്നിട്ടുണ്ട്. പക്ഷേ മോളാർ മാസ് കാണണം. മോളാർ മാസ് കാണാൻ N 14 ആണ്. O 16 32 ആണ്. അപ്പോൾ നമുക്കിവിടെ എത്ര കിട്ടും? 46 എന്ന് കിട്ടും. റെഡി. അല്ലെങ്കിൽ ഈ 92നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഈസി ആയിട്ട് 46 കിട്ടും. ഇനി 2 മോളാവുമ്പോൾ 2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 തന്മാത്രകളാണ് ഉണ്ടാകുക. പക്ഷേ ചോദിച്ചത് ആറ്റമായതുകൊണ്ട് ഇവിടെ NO2 എന്ന് പറയുമ്പോൾ അവിടെ 1 Nഉം 2 Oയും ആണ്. ടോട്ടൽ 3 ആറ്റുണ്ട്. സോ ഇൻറ്റു എന്ത് ചെയ്യണം? 3. അപ്പോൾ 6 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 എന്ന് കിട്ടും. റെഡി. അപ്പോൾ ഇതാണ്. ഇങ്ങനെ ഒരു ടേബിൾ തന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ABCD എന്ന് പറഞ്ഞ് ഫില്ല് ചെയ്യാനുള്ള ചോദ്യങ്ങളും ചോദിക്കാം. ഓക്കെ, ഇനി 8ാമത്തെ ഒരു ചോദ്യം നോക്കുക. 8, 9 2 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.
എന്താ പറയുക ഇക്വേഷൻസുമായി ബന്ധപ്പെട്ട ഇവിടെ നിന്ന് എന്തായാലും നിങ്ങളോട് ഒരു ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ആ ഇക്വേഷൻ ഒന്ന് മാറ്റി ഒരു പേജിലേക്ക് എഴുതുന്നുണ്ട്. ശ്രദ്ധിക്കുക. CH4 + 2O2 gives CO2 + 2H2O. ഇതാണ് ഇക്വേഷൻ. റെഡി? ഇതാണ് ഇക്വേഷൻ. ഓക്കെ. അപ്പോൾ ചോദ്യം ഒന്ന് നോക്കുക. വാട്ട് ഈസ് ദ ഓക്സിജൻ റിക്വയേർഡ് ടു റിയാക്ട് വിത്ത് 16 gram മീഥേൻ? ഓക്കെ. 16 gram മീഥേന് റിയാക്ട് ചെയ്യാൻ വേണ്ട ഓക്സിജൻ്റെ മാസ് എത്ര? അപ്പോൾ ഇവിടെ നമുക്കറിയാം കാർബണിൻ്റെ മാസ് 12 ഹൈഡ്രജൻ്റെ മാസ് 1 പക്ഷേ ഹൈഡ്രജൻ 4 ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഇത് എത്ര ഉണ്ടാവും? 16 gram ഉണ്ട്. അപ്പോൾ ഈ 16 gram റിയാക്ട് ചെയ്യാൻ വേണ്ട ഓക്സിജൻ, ഒരു ഓക്സിജൻ്റെ മാസ് 16 ശരിക്കും ഒരു ഓക്സിജൻ്റെ. പക്ഷെ ഇവിടെ 2 × 2 4 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ 16 × 4 ടോട്ടൽ 64 gram വേണം. അപ്പോൾ ഈ 16 ഗ്രാമിന് റിയാക്ട് ചെയ്യാൻ എത്ര ഗ്രാം ഓക്സിജൻ വേണം? 64 gram ഓക്സിജൻ വേണം എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും നോക്കളി? ഫസ്റ്റത്തിൻ്റെ ആൻസർ 64 gram എന്ന് കിട്ടും. ഇനി ഹൗ മെനി മോൾസ് ഓഫ് CH4 റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 264 gram കാർബൺ ഡൈ ഓക്സൈഡ്? എനിക്ക് ശരിക്കും ഇവിടെ 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ 44 gram. ഇത് എനിക്ക് 264 gram കിട്ടണം. ഓക്കെ, 264. അപ്പോൾ 264/44 ചെയ്യാൻ നോക്കി. 264/44 ചെയ്യുമ്പോൾ ശരിക്കും അത് എത്ര മോൾ ഉണ്ടാവും? 220 6 മോൾ ഉണ്ടാവും. എത്ര മോൾ ഉണ്ടാവും? 6 മോൾ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് 1 മോളിന് നോക്കിയിട്ടോ, കാർബൺ ഡൈ ഓക്സൈഡ് 1 മോളിന് വേണ്ടത് മീഥൈനും എത്ര മോളാണ്? 1 മോള്. അപ്പോൾ ഇനി 264 gram കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ അതൊരു 6 മോളുണ്ട്. അപ്പോൾ മീഥൈന് ഇത് 6 മോളാകുമ്പോൾ മീഥൈനും എത്ര മോള് വേണ്ടി വരും? 6 മോള് വേണ്ടി വരും. സോ ഹൗ മെനി മോൾ CH4 റിക്വയർഡ് എന്നുള്ളതിന് ആൻസർ കിട്ടി എത്രയാണ്? 6 മോള്. റെഡി? ഇനി find the volume of CO2 produced by the complete combustion of 16 gram of methane. അവിടെ 16 gram മീഥൈന് കംപ്ലീറ്റ് കമ്പഷൻ നടന്നാൽ നമുക്ക് 44 gram കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ 44 gram കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ അത് 1 മോളാണ്. അപ്പോൾ അതിൻ്റെ വോളിയം 22.4 ലിറ്റർ ഉണ്ടാവും. എത്ര ഉണ്ടാവും? 22.4 ലിറ്റർ. അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടി 22.4 ലിറ്റർ. ഓക്കെ. Then the last question, how many water molecules required to produce 320 gram oxygen? അപ്പോൾ ഇവിടെ 320 gram ഓക്സിജൻ റിയാക്ട് ചെയ്യണം. 320 gram ഓക്സിജൻ റിയാക്ട് ചെയ്താൽ ഉണ്ടാകുന്ന H2O തന്മാത്രകളുടെ എണ്ണമാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ നോക്കി 320 gram O2 കേട്ടോ. 320. ഇപ്പോൾ O2 ഉള്ളത് നോക്കി, 320 gram O2 എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 32 ചെയ്യുമ്പോൾ അത് 10 മോളാണെന്ന് കിട്ടും. എത്ര മോളാണ്? 10 മോള്. അപ്പോൾ ഇത് 2 മോളാകുമ്പോൾ H2Oയും എത്ര മോളാ? 2 മോള്. അപ്പോൾ ഇത് 10 മോളാകുമ്പോൾ ഈ H2Oയും എത്ര മോള് കിട്ടും? 10 മോള് കിട്ടും. അതിലെ തന്മാത്രകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ 10 × 6.022 × 10⁻23. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ത് കിട്ടി? 10 × അവഗാഡ്രോ നമ്പർ 6.022 × 10⁻23 എന്ന ആൻസർ കിട്ടും. ഓക്കെ. അപ്പോൾ 4 ചോദ്യങ്ങളാണ് നമ്മൾ ആ ഇക്വേഷനിൽ ചെയ്തിട്ടുള്ളത്. ഇനി അതേപോലെയുള്ള മറ്റൊരു ചോദ്യമാണ് അടുത്ത ഇക്വേഷനിൽ ചോദിക്കുന്നത്. നോക്കാം. സൾഫ്യൂരിക് ആസിഡ് ആ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം കേട്ടോ. നോക്കാം. സൾഫ്യൂരിക് ആസിഡ് H2SO4 കാൽഷ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാൽഷ്യം സൾഫേറ്റും CaSO4ഉം 2H2Oയും ഉണ്ടാവുന്നുണ്ട്. 2H2Oയും ഉണ്ടാവുന്നുണ്ട്. റെഡി? അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ. ഓക്കെ. സൾഫ്യൂരിക് ആസിഡ് ഭയങ്കര ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ പുറത്തേക്ക് തള്ളുമ്പോൾ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതാണ് ലൈം കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ. ആ ഇക്വേഷൻ ആണ് ചോദ്യം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് ലൈം ഇൻ കിലോഗ്രാം റിക്വയർഡ് ടു ന്യൂട്രലൈസ്. 1960 gram സൾഫ്യൂരിക് ആസിഡ് ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ എത്ര ലൈം വേണ്ടി വരും? അപ്പോൾ നോക്കി, ശരിക്കും ഇവിടെ സൾഫ്യൂരിക് ആസിഡിൻ്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിച്ചാൽ H1 സൾഫർ 32 ഓക്സിജൻ 16 ഇതൊക്കെയാണ് കൂട്ടിയാൽ സൾഫ്യൂരിക് ആസിഡ് 98 gram ആണെന്ന് കിട്ടും. എത്ര കിട്ടും? 98 gram. ഓക്കെ. അപ്പോൾ ആ 98 gram ഉള്ളത് എത്ര ഉണ്ട് എന്നാണ് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 1960
1960 ഗ്രാം കേട്ടോ, 1960 ഗ്രാം. അതെങ്ങനെ 1998 എങ്ങനെ 1960 ആയി? ഇവിടെ നമ്മൾ ഇൻറ്റു 20 ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് 20 കിട്ടിയതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ 1960നെ 92 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് 20 കൊണ്ടാണ് അവിടെ ഇൻറ്റു ചെയ്തെന്ന് കിട്ടും. ഇനി കാൽഷ്യത്തിൻ്റെ മോളിക്കുലാർ മാസ് 40ഉം ഓക്സിജൻ 16ഉം ഇത് എച്ചും, അപ്പോൾ ഇവിടെ 16ഉം 17 രണ്ടെണ്ണം വരുമ്പോൾ 34, അപ്പോൾ 74 ഇതിൻ്റെ മോളിക്കുലാർ മാസ് കിട്ടുക കൂട്ടുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇൻറ്റു 20 ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയും ഇൻറ്റു എന്ത് ചെയ്യുക, 20 ചെയ്യുക. അപ്പോൾ നമുക്ക് 740 നോക്കാം, 74 ഇൻറ്റു 20 എന്ന് കിട്ടും. 74 ഇൻറ്റു 20 എന്ന് പറയുമ്പോൾ 74 ഇൻറ്റു 20 1480 എന്ന ആൻസർ കിട്ടും കേട്ടോ, 1480 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ആൻസർ കേട്ടോ, 1480 ഗ്രാം. എങ്ങനെ ചെയ്ത് നോക്കി? ആദ്യം നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ഇവിടെ ആക്ച്വലി ഉള്ളത് കൂട്ടിയിട്ട് 98 ആണെന്ന് കണ്ടുപിടിച്ചു. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞു 1960 ആകണം. എങ്ങനെയായത്? ഇൻറ്റു 20. ഓക്കെ, അപ്പോൾ നിലവിൽ ഇവിടെ ലൈം കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉള്ളത് എത്രയാണ്? 74 ഗ്രാമാണ്. ആ 74 ഇവിടെ ഇൻറ്റു 20 ചെയ്ത് ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഇൻറ്റു 20 ഇട്ട് കൊടുത്തു. അപ്പോൾ എനിക്ക് ആൻസർ കിട്ടി 1480 ഗ്രാം എന്ന് കിട്ടി. ഓക്കെ, രണ്ടാമത്തെ നോക്കി, കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് H2SO4 റിക്വയർഡ് ടു ന്യൂട്രലൈസ് 720 കിലോഗ്രാം ഓഫ് ലൈം. ഈസി ക്വസ്റ്റ്യൻ ആണ്. 720 അല്ല, 740 ആണ് കേട്ടോ. അവിടെ മലയാളത്തിൽ 740 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 740 കിലോഗ്രാമാണ് ക്വസ്റ്റ്യൻ കേട്ടോ, 740 കിലോഗ്രാം. ഓക്കെ, സോ ഇവിടെ 74 ഗ്രാമാണ് ഇപ്പോൾ നിലവിൽ ക്യുക്ക് ലൈം ഉള്ളത്. ഓക്കെ, ഇതിന് എനിക്ക് എന്താക്കണം? 740 കിലോഗ്രാം ആക്കണമെങ്കിൽ ഇത് എന്താവും? 98 ഉള്ളത് 980 കിലോഗ്രാം എന്ന ആൻസർ കിട്ടും. അപ്പോൾ ആൻസർ എന്തായി? 980 കിലോഗ്രാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടി 980 കിലോഗ്രാം എന്ന ആൻസർ കിട്ടിയിട്ടാ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ഇവിടെ 720 അല്ല, അതിന് പകരം 740 ആണ് കേട്ടോ. ഓക്കെ, ദെൻ ഇനി കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ 980 ഗ്രാം ഓഫ് H2SO4. ഓക്കെ, 980 ഗ്രാമിനെ സൾഫ്യൂരിക് ആസിഡിൻ്റെ മോളിക്കുലാർ മാസ് കൊണ്ട് എന്ന് പറഞ്ഞാൽ 98 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 98 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എത്ര മോളെയും? 10 മോളെയും. ഓക്കെ, അപ്പോൾ നമുക്ക് തന്മാത്രകളുടെ എണ്ണം കിട്ടും 10 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 എന്ന് കിട്ടും. ഓക്കെ, ദെൻ അതിൽ ആറ്റത്തിൻ്റെ എണ്ണം ആയതുകൊണ്ട് സൾഫ്യൂരിക് ആസിഡിൽ 2 H ഉണ്ട്. അപ്പോൾ 2ഉം 1 സൾഫർ, അപ്പോൾ 1 3, പിന്നെ 4 ഓക്സിജൻ, അപ്പോൾ ടോട്ടൽ 7 ആറ്റുണ്ട്. അപ്പോൾ 7 ഇൻറ്റു ദാറ്റ് മീൻസ് 70 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 എന്ന് ഫൈനൽ ആൻസർ കിട്ടും. റെഡി? ഓക്കെ, ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടി നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാണ്. നോക്കാം, കുറച്ച് കൺഫ്യൂസിങ് ആണ് ക്വസ്റ്റ്യൻ. ഒറ്റയടിക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ തെറ്റിയോ എന്നൊക്കെ വിചാരിക്കും. നോക്കി, കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് മോൾസ് ഇൻ 6.022 ഇൻറ്റു 10⁻24. അത് ഒറ്റയടിക്കാണ് കാണുമ്പോൾ നമ്മൾ ഇനി അത് ക്വസ്റ്റ്യൻ തെറ്റിയോ എന്ന് വിചാരിക്കരുത്. നോക്കി, 6.022 ഇൻറ്റു 10⁻23 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 മോളാണ്. പക്ഷെ ഇവിടെ തന്നത് 6.022 ഇൻറ്റു 10⁻24 എന്നാണ് തന്നത്. ഓക്കെ, അപ്പോൾ 10⁻23 എന്ന് പറഞ്ഞാൽ എന്താണ്? 10 ഇൻറ്റു 10 ഇൻറ്റു 10 ഇൻറ്റു 10 ഇൻറ്റു ഇങ്ങനെ 23 10 ആണ്. ഓക്കെ, അപ്പോൾ 10⁻24 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 10 ഇൻറ്റു 10 ഇൻറ്റു 10 ഇൻറ്റു ഇങ്ങനെ എത്ര 10 ഉണ്ടാവും? 24 10 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു 10 അവിടെ ഇൻറ്റു 10 ഏറണം. അപ്പോൾ ഞാൻ ഇതിനെ ജസ്റ്റ് ഇങ്ങനെ എഴുതിയാലോ, 6.022 ഇൻറ്റു 10⁻23 ഇൻറ്റു 10, അതാണ് 10⁻24. അപ്പോൾ നമ്മുടെ മോളുകളുടെ എണ്ണം ഇതാണ് 10 മോള്. അപ്പോൾ ഇതിലുള്ള മോള് കിട്ടി എത്രയാണ്? 10 മോള്. റെഡി? ഇനി കാൽക്കുലേറ്റ് ദ മാസ് ആൻഡ് വോളിയം ഓഫ് ദി ഗിവൺ സാമ്പിൾ. അപ്പോൾ ഇത് 10 മോളാണെന്ന് കിട്ടി. അപ്പോൾ എനിക്ക് അതിൻ്റെ മാസ് കാണണം. അപ്പോൾ ആ മാസ് കാണണമെങ്കിൽ ഞാൻ ആ 10നെ അമോണിയയുടെ മോളിക്കുലാർ മാസ് 17 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ എനിക്ക് 170 ഗ്രാം എന്ന് കിട്ടും. ഓക്കെ, ഇനി അതിൻ്റെ വോളിയം കാണണമെങ്കിൽ അത് 10 ഇൻറ്റു മോളുകളുടെ എണ്ണത്തിനെ 22.4 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 224 ലിറ്റർ എന്നും കിട്ടും.
ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിർബന്ധമായിട്ടും പ്രോബ്ലമായിട്ട് വരുന്നത് അപ്പോൾ ബോയിൽസിലോ ചാൾസിലോ അവഗാഡ്രോലോ ഈ 3 ഭാഗത്തുനിന്ന് നമുക്ക് പ്രോബ്ലം ഉണ്ട്. പിന്നെ മോൾ കൺസെപ്റ്റ് മൊത്തം നമുക്ക് പ്രോബ്ലം ബേസ്ഡുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഇക്വേഷനിൽ മോൾ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസും വരും. അപ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ പഠിക്കുമ്പോൾ ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. ചാപ്റ്ററിൻ്റെ തുടക്ക ഭാഗം മറന്നു പോകരുത്. കൈനറ്റിക് മോളിക്കുലാർ തിയറിയിലെ കുറേ പോസ്റ്റുലേറ്റ്സ് പറയുന്നുണ്ട്. ആ പോസ്റ്റുലേറ്റ്സുകളൊക്കെ പഠിച്ചിട്ട് പോവുക. പിന്നെ ബോയിൽ, ചാൾസ്, അവഗാഡ്രോ 3 നിയമങ്ങളുടെ ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ദെൻ അതുപോലെ തന്നെ ഗ്രാഫ് എങ്ങനെയാണ് വരിക എന്ന് പഠിച്ചിരിക്കുക. പ്രോബ്ലം ചെയ്യാനുള്ള ഇക്വേഷൻ P1 V1 = P2 V2, V1 / T1 = V2 / T2, ഇങ്ങനത്തെ ഇക്വേഷൻസ് അവിടെ പഠിച്ചു പോവുക. സന്ദർഭങ്ങൾ പഠിച്ചിരിക്കണം. അക്വേറിയത്തിൽ മുകളിലേക്ക് വരുന്ന വാതകങ്ങളുടെ വലുപ്പം കൂടുന്നു, വെയിലത്ത് വെക്കുന്ന ബലൂൺ പൊട്ടുന്നു, ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട കുറേ സിറ്റുവേഷൻസ് പഠിച്ചു വെക്കുക. പിന്നെ മോൾ കൺസെപ്റ്റിലെ മോളുകളുടെ എണ്ണം കാണാൻ, തന്മാത്രകളുടെ എണ്ണം കാണാൻ, ആറ്റത്തിൻ്റെ എണ്ണം കാണാൻ, മാസ് കാണാൻ, വ്യാപ്തം കാണാൻ. ഓക്കെ, പിന്നെ ചാപ്റ്ററിൻ്റെ അവസാനം നമ്മൾ പറയുന്ന ഇക്വേഷനിൽ മോൾ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് പരീക്ഷ എഴുതുക. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ 5, 6, 7 3 ചാപ്റ്ററുകളിലെ ചോദ്യമായിട്ട് വീണ്ടും കാണാം. താങ്ക്